ഒടുവിൽ ഇന്ദിരാ പ്രിയദർശിനി അടക്കം സർക്കാരിൻ്റെ സേവനങ്ങൾ ഔദാര്യമായോ എന്നതാണ് ചോദ്യം. ആൻഡ്രോഗേസ്റ്റൻ, ഇപ്പോൾ യു ഡി എഫ് സർക്കാരിൻ്റെ ഒരു പൊതുധാരണ വെച്ചിട്ട് ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി, നിങ്ങളൊന്നും ഞങ്ങളെ പൊതുജനം അധികാരത്തിലേറ്റിയതാണ് എന്നുള്ള നിലയ്ക്കാണ്. പൊതുജനം അധികാരത്തിലേറ്റി കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ആരോട് മറുപടി പറയണ്ടല്ലോ, പാർട്ടിക്കൊന്നും അതിനകത്ത് വലിയ കാര്യമായ റോളൊന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം, ഏത് രീതിയിൽ പ്രവർത്തിക്കാം, ആരോടും മറുപടി പറയേണ്ട. പത്രക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മെക്കിട്ട് കയറാം. പിന്നെ എവിടെ പോയതാണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ശൈലി എല്ലാ മന്ത്രിമാരിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്, മന്ത്രിമാരിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്, ഔദാര്യമാണ് പോലും. 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് KSRTC ഔദാര്യം, രണ്ടാമത് സർക്കാർ സ്കൂളുകൾ ഔദാര്യം, മൂന്നാമത്തത് സർക്കാർ ആശുപത്രികൾ ഔദാര്യം. ഇതിലൊക്കെ ആരാണ് അവിടെ പോകുന്നത്? KSRTCയിൽ സാധാരണക്കാരായ ആൾക്കാർ, പിന്നെ സർക്കാർ സ്കൂളുകളിൽ സാധാരണക്കാരും പാവങ്ങളും, പിന്നെ ആശുപത്രികളിൽ വരാന്തയിൽ കിടക്കുന്നവരും പാവങ്ങളും പാവപ്പെട്ടവരൊക്കെ, പണക്കാരും മറ്റുള്ള സംവിധാനം വേറെ. ഇങ്ങനെ എങ്ങനെയാണ് കേരളത്തിലെ മന്ത്രിമാർക്ക് പറയാൻ പറ്റുക? ഇങ്ങനെ ക്ലാസ് വഹിച്ച് തിരിച്ചിട്ട് ഇന്നവർ ഇന്ന സൗജന്യം മേടിച്ചോളൂ, ഇന്ന സൗജന്യം ഇന്ന ആൾക്കാർ മേടിച്ചു. ഇതൊക്കെ ഇവരാരാ നിശ്ചയിക്കാൻ? ഇവർ നിശ്ചയിച്ച് ഇപ്പം കേരളത്തിൻ്റെ പൊതു ബോധത്തിലൊക്കെ കയറി തീരുമാനമെടുക്കാൻ തുടങ്ങിയോ? ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ പോകണം, ഏത് രീതിയിൽ സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വരെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്ന ചോദ്യം ചോദിക്കാം, ഇന്ന ചോദ്യത്തിന് മറുപടി കിട്ടും, ഇന്ന രീതിയിലാണ് പെരുമാറുക. ഇപ്പോൾ അതൊന്നും പറ്റത്തില്ല. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല. മനസ്സിലായി? അതിൻ്റെ വേറൊരു പതിപ്പാണ് വരുന്നത്. KSRTCയിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരെങ്കിലും പോയി ചോദിച്ചോ അവരോട്, ഞങ്ങൾക്ക് ഇന്ന സൗജന്യ യാത്ര തരണമെന്ന് ചോദിച്ചോ? ഇവർ തന്നെ തീരുമാനിക്കുന്നു, ഇവർ തന്നെ പറയുന്നു. എന്നിട്ട് അത് തീരുമാനിക്കുക. എന്നിട്ട് അന്നേരം ആ ചർച്ച വന്ന സമയത്ത് ചോദിച്ചതാണ്, കാറ്റഗറി വെച്ചിട്ട് പിന്നെ അതിന് അർഹരായ ആൾക്കാരെ അല്ലേ സെലക്ട് ചെയ്യേണ്ടത് ചോദിച്ചതല്ല കേരളത്തിലെ ജനങ്ങൾ. അന്ന് കേട്ടില്ലല്ലോ. കേരളത്തിലെ സ്ത്രീകൾക്കുള്ള ആദരവ് എന്ന് പറഞ്ഞാണ്. ഇതാണ് ആദരവ്, ഇത് അനാദരവാണ് അല്ലേ? ഇത് അനാദരവാണ്. ആരാണ് പറയുന്നത്? വകുപ്പ് മന്ത്രി പറയുകയാണ്. എന്നിട്ട് പറയാം, നിങ്ങൾ ഇവിടെ കള്ളത്തരം കാണിക്കുന്നു. എവിടെ? പണമുള്ളവരെല്ലാം പണം തരാതെ പോകുന്നു എന്നുള്ളതാണ്. പണം തരുന്ന സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി ടിക്കറ്റ് ഉണ്ടോ ഈ മന്ത്രിൻ്റെ അടുത്ത്? പണം തരുന്ന സ്ത്രീകൾക്ക് കൊടുക്കാൻ ഈ പ്രിയദർശിനി ബസ്സിൽ ടിക്കറ്റ് ഉണ്ടോ? അതും ഫ്രീ ടിക്കറ്റ് അല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത്? എന്തൊക്കെ വിഡ്ഢിത്തരാണ് പറയുന്നത്. എന്നിട്ട് പറയണം വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ്. എന്ത് വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ്? ഏത് വലത് കമ്മ്യൂണിസ്റ്റിനാണ്? 29ാമത്തെ വയസ്സ് CPM വിട്ടതാണ്, ഇന്ന് 69 വയസ്സായി, 40 വർഷമായി. ഇനി എന്ത് വലത് കമ്മ്യൂണിസ്റ്റിനെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്? ആരുടെ സഹയാത്രിയാണ്? UDFിൻ്റെ സഹയാത്രിയാണ് അല്ലേ? കോൺഗ്രസിൻ്റെ സഹയാത്രികരാണ്. എന്നിട്ടാണ് പറയുന്നത് വലത് കമ്മ്യൂണിസ്റ്റ്. എന്ത് കമ്മ്യൂണിസ്റ്റ്? ഞാൻ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവേണ്ടെന്ന്, മനുഷ്യരായാൽ മതി എന്ന്. മനുഷ്യരായ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? കേരളത്തിലെ ആശുപത്രികൾ വരാന്തകളിൽ കിടക്കുകയാണെന്ന് പറയുന്നത്. ഇത് പണമുള്ളവർ പോയിട്ട് കേരളത്തിലെ ആശുപത്രികളെ വരാന്തകൾ കിടക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ പണമുള്ളവരൊക്കെ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ പണം കൊടുക്കണോ? അങ്ങനെയുണ്ടോ നിയമം? ഏത് ഡോക്ടറെ കാണണം, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭാഷ സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റിയ രാജ്യമാണ് ഇന്ത്യ. ഇതൊക്കെ ഇവർ തീരുമാനിക്കാൻ തുടങ്ങിയോ? ആ ശീലയിലേക്ക് സംവിധാനം മാറിയോ? സർക്കാർ പണം ഇല്ലാത്തവരൊക്കെ പണം കൊടുത്ത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാന്ന് പറയുന്നത്. പണം ഇല്ലാത്തവർ പണം കൊടുത്ത് സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കാന്ന് പറയുന്നത്. ഏത് സ്കൂളുകളിൽ കുട്ടി പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ കുട്ടിയും ആ രക്ഷിതാവും അല്ലേ? അവരല്ലേ തീരുമാനിക്കേണ്ടത് ഏത് സ്കൂളിലാണ് പഠിക്കേണ്ടത്. നോക്കൂ, വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം അവകാശമാണ്. സർക്കാർ സ്കൂളിലേക്ക് പോയി വിദ്യാർത്ഥികളെ വിട്ടിട്ട് മറ്റു കാര്യങ്ങൾക്ക് ലക്ഷറിക്ക് വേണ്ടി പണം മുടക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നിങ്ങൾ മാധു നമ്മുടെ കടലോരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കുട്ടികളെല്ലാം രാത്രിക്ക് രാവൻ കടലിൽ പോയി ഈ തിരമാലയോട് മല്ലടിച്ച് വന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അറിയോ? 100 രൂപയ്ക്ക് മീൻ വിറ്റിട്ട് 50 രൂപയ്ക്ക് മീൻ വിട്ടിട്ട് അമ്മമാർ വന്ന് കുട്ടികളെ നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അറിയോ? ഇതൊക്കെ അവരല്ലേ തീരുമാനിക്കുന്നത്? അവരുടെ വിഷനല്ലേ, അവരുടെ സ്വപ്നമല്ലേ അവരുടെ കുട്ടി എവിടെ എത്തണം എന്നുള്ളത്. ഇതൊക്കെ പറയാൻ കേരളത്തിലെ മന്ത്രി ആരാണെന്ന്? അതാരാണ്? KSRTCയുടെ മന്ത്രി. ഇപ്പം എന്താ സംഭവം എന്ന് പറയും? സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഈ CP ജോൺ എന്ന് പറയുന്ന മന്ത്രി വലിയ സ്വപ്നങ്ങളോട് കൂടി വന്ന ആളാണ്. അവിടെയാണ് ഈ പറയുന്ന VD സതീശൻ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നൂലിക്കെട്ടി ഇറക്കി KSRTC കൊടുത്തത്. മനസ്സിലായോ? അതോടുകൂടി അദ്ദേഹത്തിന് വിരക്തിയാണ്. ആ സമയം തുടങ്ങിയിട്ട് അതിന് വിരക്തിയാണ്. ഞാൻ അന്ന് ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഈ പ്രിയദർശിനി ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് അവിടെ അതിനകത്ത് ഒരു ക്യാമറാമാൻ ഫോട്ടോ എടുക്കാൻ കയറി. ആ ക്യാമറേൻ്റെ അകത്ത് അദ്ദേഹം ഇറക്കി വിടുന്ന ഒരു വിഷലുണ്ട്. ആ ക്യാമറാമാനെ ആ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു വിഷലുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും ആരോടാണെന്ന് ഈ ധാർഷ്ട്യം. ഇതെന്താ ഈ പോസ്റ്റ് എന്ന് പറയുന്നത്?
ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി ജനങ്ങൾ കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലേ? അതൊരു സേവന പ്രവർത്തനമാണ്. ആ സേവന പ്രവർത്തനത്തിൽ ഇവർ അധികാരത്തിൻ്റെ ഹുങ്കു ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ, അങ്ങനെ ചെയ്തോളൂ, നിങ്ങൾ ഇന്നത് കൈകൾ ചെയ്താൽ മതി, ഇതൊക്കെ ചെയ്യുന്നത് പാവപ്പെട്ടവരും പണക്കാരുമാണ് എന്ന് പറഞ്ഞൊരു വേർതിരിവ് കൊണ്ടുവരാൻ പറ്റുക, തീരുമാനിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് പിന്നെ വേറൊരു മന്ത്രി പറയുന്നത് കേട്ടു, കടലിൽ പോയി ഒരു 2 മത്സ്യത്തൊഴിലാളികളെ കാണാനില്ല, 5 ദിവസമായി തെരഞ്ഞു നടക്കുന്നു. ഒരു പെൺകുട്ടി വന്ന് പത്രസമ്മേളനം നടത്തുന്നുണ്ട്. വളരെ വളരെ ദയനീയമായ തോന്നി ആ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം അവിടെ ഈ പ്രശ്നമാണ്. നിങ്ങൾ പ്രിവിലേജ് അനുസരിച്ചിട്ടാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുകയാണ്. നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഫാദർ ലോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഹെലികോപ്റ്റർ എടുത്ത് കാണാൻ വരുന്നു. ജീവൻ്റെ വില അറിയാം. കുട്ടി പറയാണ്, ഞാൻ പറയുന്നതല്ല, ആ കുട്ടി പറയാണ് ജീവൻ്റെ വില അറിയാം. പക്ഷേ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ പയ്യൻ്റെ അച്ഛൻ കടലിലും കാണാതെയായിട്ട് 5 ദിവസമായി, ഒരു അന്വേഷണം കാര്യമായിട്ട് നടക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ജീവൻ്റെ വില അറിയാം എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം, അത് പ്രിവിലേജുള്ള ആൾക്കാർക്ക് പുതിയ സംവിധാനം, പ്രിവിലേജുള്ള ആൾക്കാർക്ക് കാര്യമായി എന്തൊക്കെയോ സംരക്ഷണവും സംവിധാനവും കിട്ടുന്നു, പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാർക്ക് ഈ പറയുന്ന സംവിധാനം ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. 5 ദിവസമായി തിരഞ്ഞെടുക്കുക. എന്നിട്ട് പറയുക കോസ്റ്റൽ ഗാർഡ് 12 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം വരെയാണ് കോസ്റ്റൽ ഗാർഡിന് പോകാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ്, അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പം മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയാണ്, നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകൂ, ഞങ്ങൾ പോയി തിരയാം, അവിടെ ഞങ്ങളുടെ കൂടെ വരൂ. കോസ്റ്റലിലെ ആൾക്കാർ വരുന്നില്ല, അവിടെ പോയി തിരഞ്ഞെടുക്കുന്നില്ല, അവിടെ പോയി തിരയാൻ കൂട്ടുവെക്കുന്നില്ല. അപ്പോൾ എന്താണ്, അവിടെ പോയി കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഈ കോസ്റ്റൽ ആൾക്കാർക്ക് ഛർദ്ദിക്കാൻ വന്നു. കടലിനോടല്ലേ, കടൽ ഇവർക്ക് പരിചയമില്ല, ഛർദ്ദിക്കാൻ വന്നു. അവർ തിരിച്ചു പോന്നു പരിപാടി അവസാനിപ്പിച്ചിട്ട്. ഉൾക്കടലിൽ പോയി മത്സ്യം പിടിച്ച് വരുന്ന പറഞ്ഞ തൊഴിലാളികളെ ഇവരെ കൂടെ കൂട്ടിപ്പോയി അത് തിരയാനുള്ള സാഹചര്യമോ സംവിധാനമോ ഇവരെടുക്കുന്നില്ല. അതിൻ്റെ രോക്ഷവർ പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് അലേർട്ട് തന്നോ? ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് കടലിൽ പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അലർട്ട് തന്നോ? ഇങ്ങനെ ഒരു മഴ പെയ്യാൻ പോവുകയാണ്, ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ പോകുന്നത്. 3 മണിക്ക് കേന്ദ്ര സർക്കാർ ഇവിടെ മഴ പെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ടുള്ള അലർട്ട് കൊടുത്തല്ലോ, അത് ഞങ്ങളെ അറിയിച്ചില്ല. ആരുടെ വീഴ്ചയാ? സർക്കാരിന്റെ വീഴ്ചയാണ്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാത്രി വൈകിയാണ് മുന്നറിയിപ്പ് വന്നതെന്ന്. 3 മണിക്ക് കിട്ടിയ മുന്നറിയിപ്പ് ഇവരെ അറിയിച്ചില്ല. ഈ അറിയിക്കാത്തത് കൊണ്ട് ഈ കടൽക്ഷോഭത്തിൽപ്പെട്ട് ബോട്ട് മറിഞ്ഞ് ആളുകൾ മരിക്കുകയാണ്. ബോട്ട് വന്ന് കരക്കടിഞ്ഞു, ആളെ കിട്ടിയില്ല. ഇത് പോയി തിരയാനുള്ള സാഹചര്യം പോലും കേരളത്തിലില്ല. സൈലം ചോദിക്കില്ല. അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. എറണാകുളത്ത് കൊച്ചിയിൽ വന്നപ്പോൾ എന്താണ്, ഞങ്ങൾ സ്വകാര്യ നിക്ഷേപകരെ കാണാൻ വന്നിരിക്കുന്നു. അത് ആരാണ് സ്വകാര്യ നിക്ഷേപകർ എന്ന് ചോദിക്കുമ്പോൾ പറയും, അതിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന്. അതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ VD സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സ്വകാര്യ കമ്പനിയിലേക്ക് നിക്ഷേപം സ്വീകരിക്കാൻ വന്നതല്ലാന്നേ. കേരളത്തിലെ ജനങ്ങളുടെ പണമെടുത്ത്, കേരളത്തിലെ ജനങ്ങളുടെ സ്വത്ത് കൊടുത്ത്, കേരളത്തിലെ സർക്കാരിൻ്റെ സംവിധാനത്തോടു കൂടി കേരളത്തിൽ നിക്ഷേപം നടത്താൻ വരുന്നത് ആരാണെന്ന് അറിയാനുള്ള പൊതുധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇത് മനസ്സിലാക്കണ്ടേ? ഇത് നിങ്ങളോട് പറയേണ്ട കാര്യമല്ല, പറയേണ്ട സമയത്ത് പറയും. അതും കൂടെ ഉടക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? അതും കൂടെ നശിപ്പിക്കാനാണോ എന്ന് ചോദിച്ചാൽ, ഈ കേരളത്തിലുള്ള ആൾക്കാർ മുഴുവൻ, കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപകരെ മുഴുവൻ നശിപ്പിക്കാനിരിക്കുകയാണോ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടെന്നറിയോ, ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ജനങ്ങൾ 2ാം നിലയിൽ കയറി ഇരിക്കരുത്. 2ാം നിലയ്ക്ക് നിങ്ങൾ വിളിച്ചാൽ വരണം, നിങ്ങൾ വന്നിട്ട് എവിടെ നിൽക്കണം? ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കണം എന്നുള്ളതാണ്. അവരുടെ ആത്മാഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. കാരണം അവർ ജീവിച്ചു വന്ന സാഹചര്യം അതല്ല. അവരെന്താണ് വിചാരിക്കുന്നത്, ഒരു ദിവസം കൊണ്ട് ഈ വെള്ളം ഇറങ്ങുകയാണെങ്കിൽ ആരുടെ മുന്നിൽ പോയി കൈ നീട്ടാതെ, ആരുടെ മുന്നിൽ പോയി നിന്നു കൊടുക്കാതെ, ആരുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ, ആരുടെ സോപ്പിനും പേസ്റ്റിനും ബ്രഷിനും വേണ്ടി ചോദിക്കാതെ ഇവർക്കൊക്കെ കിട്ടുന്ന സംവിധാനം അവർ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി 100, 100, 1000 രൂപയ്ക്ക് ഡെയിലി കൂലിയെടുത്ത് അതുകൊണ്ടൊരു വീട് പണിത് ആ വീട്ടിൽ ജീവിച്ച് അവർക്ക് വേണ്ട മരുന്നും അവരെ കുട്ടികളെയും പഠിപ്പിച്ച് മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പറയുന്ന ഒരു സെക്കൻഡിലേക്ക് ഇനി ഇറങ്ങിക്കോളൂ, ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന് കിടന്നോളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ ബോധത്തിൽ നിന്ന് ജനങ്ങൾ മാറി. ആ ബോധത്തിൽ നിന്ന് ജനങ്ങൾ മാറി. അതെ, അത് ആ ജനങ്ങൾ അല്ലല്ലോ, ഒരു മിനിറ്റ് മാധു, ആ ബോധത്തിൽ നിന്ന് ജനങ്ങൾ മാറി. ആ ബോധത്തിൽ നിന്ന് മാറുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു മിനിറ്റ്, ആ ബോധമില്ലായ്മയില്ല. എന്താണ് 2018 പ്രളയം ഉണ്ടായതാണ് മാധു. 2026 അല്ലേ? 2026 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതേ സ്ഥലത്ത് വീണ്ടും വെള്ളം കയറുകയാണ്. ആരുടെ പരാജയ? സർക്കാരിന്റെ പരാജയമാണ്. അത് സർക്കാർ എന്ന് പറയുന്നത് എന്താ? UDF LDF എന്നുള്ളതല്ല. അവിടെ ആരാണോ ഭരിക്കുന്നത്, അവിടെ ആരാണോ ചെയ്യേണ്ടത്, ഞാനാരും വക്കാലത്തല്ല പറയുന്നത്, സർക്കാരിന്റെ പരാജയമാണ്. എന്നിട്ടിപ്പോൾ എന്താ ചെയ്യുന്നത്?
എന്നിട്ട് ഇപ്പം എന്താ ചെയ്യുന്നത്? 1000 രൂപ 1 ലക്ഷം രൂപ കൊടുക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് 3 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ അവരെ ഒന്ന് സന്ദർശിക്കൂ, നിങ്ങളൊന്ന് ആശ്വസിക്കൂ, ആശ്വാസവാക്ക് പറയൂ. എന്ത് 10,000 രൂപ അതാ പറഞ്ഞേ? അത് പറയൂ. നിങ്ങളൊരു താൽക്കാലികമായി അതെ മാധു, നമ്മുടെ നാട്ടിൽ ചായ കുടിക്കണമെങ്കിൽ ഒരു ചായൻ്റെ വില 15 രൂപയാണ്. ഒരു ചായയുടെ വില 15 രൂപയാണ്. അപ്പം ഇത് മനസ്സിലാക്കുന്ന സ്ഥലത്താണ് ഈ 10,000 കൊടുക്കുന്നത്. അപ്പം ഇത് പറഞ്ഞിട്ട് 4ാമത്തെ ദിവസം വലിപ്പം കൊണ്ട് 1000 കോടി മുടക്കിയാണ് AC റോഡ് വെള്ളം കയറാത്ത രീതിയിൽ നവീകരിച്ചത്. അത് വേണമെന്നേ, അത് വേണം. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ചെയ്യേണ്ടത് എന്താണ്? ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ജനങ്ങളാണ് ചെയ്യുന്നത്. ഇതൊക്കെ സർക്കാരിന്റെ ഔദാര്യമാണ്. ഇത് സർക്കാരിന്റെ ഔദാര്യം കൊണ്ടാണ് ഈ സംവിധാനം. ഒറ്റ കാര്യോടെ പറഞ്ഞ് അവസാനിപ്പിക്കണേ, ഇത് ആരുടെ കുറ്റാണ് ഈ പറയുന്ന വരാന്തയിൽ രോഗി കിടക്കുന്നതിന്റെ പ്രശ്നം? ആരുടെ കുറ്റാണ് രോഗി വരാന്തയിൽ കിടക്കുന്നത്? നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് വരാന്തയിൽ രോഗിയെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? വേറെ സംസ്ഥാനത്ത് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻസ്ഡായി, അതിനനുസരിച്ച് മാറ്റം വരണ്ടേ. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ പണം കൊടുത്ത് സ്വകാര്യ ആശുപത്രി പോയിക്കൊള്ളാനാണ് പറയുന്നത്. സ്വകാര്യ ആശുപത്രി പോകുന്നില്ല, പോകാത്ത പണമുള്ളവരൊക്കെ ഈ പറയുന്ന വരാന്തയിൽ വന്ന് കിടക്കുക എന്ന് പറയുന്നത്. ഇത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ അറിയോ, ഇത് രണ്ടും തമ്മിൽ എന്താണ് ഒരു പൂരകമില്ല കേട്ടോ. ഈ പറയുന്ന KSRTC കയറുന്നു എന്ന് ഇത് പൈസയുള്ളവൻ KSRTC കയറുന്നു എന്ന് പറയുന്നു. അണ്ടർടോൺ വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞതിൻ്റെ പ്രത്യയശാസ്ത്രം വളരെ ക്ലിയർ ആണ്. അതായത് കാശുള്ളവൻ സർക്കാർ ആശുപത്രിയിൽ വരാന്തയിൽ വന്ന് കിടക്കണ്ട, അവനവിടെ എന്തുണ്ട്? സ്വകാര്യ ആശുപത്രി ഉണ്ട്. അതേപോലെ നിങ്ങളിപ്പോൾ സ്വകാര്യ സ്കൂളിൽ വിടുന്നുണ്ടല്ലോ, അതുപോലെ എന്തിനാണ് സർക്കാർ ആശുപത്രി വരുന്നത്? സ്വകാര്യ സ്കൂളിൽ വിടുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ സർക്കാർ ബസ്സിൽ കയറുന്നത്? സ്വകാര്യ ബസ്സിൽ കയറൂ, സ്വകാര്യ ആശുപത്രിയിൽ പോകും. ഇതാണ് പറഞ്ഞതിൻ്റെ ഉത്തരം. ഇതാണ് UDFന്റെ നയം. അല്ലാതെ ഇത് CP ജോൺ പറഞ്ഞത് വാക്കുപിഴയായിട്ടല്ല, മനസ്സിലിരിപ്പ് പുറത്തു വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ വെക്കട്ടെ. അതാണ് ഞാൻ കാര്യം ചോദിച്ചത്. KSRTC സ്ത്രീകൾക്ക് പണം മേടിച്ച് ടിക്കറ്റ് കൊടുക്കാൻ ഇവരെ ടിക്കറ്റ് പോലും ഇല്ല. Meet the editors.